ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് മനസ്സിലായല്ലോ, നമ്മുടെ കൊച്ചി സെക്കൻഡ് ഹോമിലാണ്. രാത്രിയായി എത്തിയപ്പോൾ. അപ്പോൾ ഇന്നിനി പരിപാടികളൊന്നും ഇല്ല, കിടന്നുറങ്ങുന്നു. ഇവിടെയൊക്കെ നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് തന്നെ ഇരിക്കുക. ഞാൻ കുറേ സാധനങ്ങളൊക്കെ ആയിട്ടാണ് വന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ 2-3 ദിവസം ഈ പരിസരത്തൊക്കെ ഉണ്ട്. കൊച്ചിയിൽ നിന്നും ആതിരപ്പള്ളി ഭാഗത്തേക്ക് പോകുന്നു. അങ്ങനെ കുറച്ച് ചെറിയ നമ്മുടെ ട്രാവൽ വ്ളോഗിന് വേണ്ടിയിട്ട്, പിന്നെ കാട്ടിനകത്ത് കയറാൻ പോവാണ് ആതിരപ്പള്ളിയുടെ അടുത്തുള്ള ഫോറസ്റ്റിലേക്കൊക്കെ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ ഇന്നത്തെ ദിവസം ഞാൻ എത്തിയെന്ന് ഞാൻ അറിയിക്കുവാണ്. സൈലൻ്റായി കിടക്കുന്നു, വേറെ കാര്യങ്ങളൊന്നുമില്ല. രാത്രി കഴിക്കാനായിട്ട് വേണമെങ്കിൽ സ്വിഗ്ഗിയിൽ എന്തെങ്കിലും പറയാം. എങ്കിലും ഞാൻ ആലോചിച്ചത് ഒരു സിമ്പിളായിട്ട് ബ്രെഡൊക്കെ മേടിച്ചിട്ട് വന്നു. അപ്പോൾ ഒരു മിൽക്ക് ടോസ്റ്റ് ഉണ്ടാക്കിയല്ലോ. ബ്രെഡും പാലുണ്ട്, പിന്നെ കണ്ടൻസ് മിൽക്ക് ഉണ്ട്, കുറച്ച് കാര്യങ്ങളൊക്കെ ഞാൻ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിരുന്നു. തേനുണ്ട് ഇവിടെ. അപ്പോൾ എല്ലാം കൂടി വെച്ചിട്ടൊരു ഹണി മിൽക്ക് ടോസ്റ്റ് ഉണ്ടാക്കാൻ പോകും. അതാണ് എൻ്റെ ഡിന്നർ കേട്ടോ. അപ്പോൾ ഞാൻ ഉണ്ടാക്കുന്നത് കാണിച്ചത്. അപ്പോൾ നമ്മളുടെ മിൽക്ക് ടോസ്റ്റ്, ഹണി മിൽക്ക് ടോസ്റ്റ് റെഡിയാക്കാൻ പോകുന്നു. 1 കപ്പ് പാലെടുത്തിട്ടുണ്ട് ഞാനിതാളെന്ന്. ഇതിലേക്ക് ഏകദേശം ഒരു 2 മുതൽ 3 ടേബിൾ സ്പൂൺ വരെ ആകാം മിൽക്ക് മെയ്ഡ്. ഇപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണാണ് ചേർക്കുന്നത്, നമ്മുടെ മധുരത്തിനനുസരിച്ചിട്ട്. അപ്പോൾ മധുരത്തിന് ആവശ്യമുള്ള രീതിയിൽ ഒന്നുകിൽ മിൽക്ക് മെയ്ഡ് ആകാം, അല്ലെങ്കിൽ പഞ്ചസാര ചേർത്താലും മതി. 1-1.5 ടേബിൾ സ്പൂണോ പഞ്ചസാര. എന്തായാലും നല്ലൊരു മിക്സിങ് ആവശ്യമാണ്. റെഡിയായി കഴിഞ്ഞു. ഇനി ബ്രെഡ് സ്ലൈസസ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഞാൻ 4 പീസാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. വലിയ തിക്കായിട്ടുള്ള സ്ലൈസസ് ആണെങ്കിൽ സിംഗിളായിട്ട് എടുക്കാം. ഇതിപ്പോൾ അത്രയും തിക്കല്ലല്ലോ, അത് കാരണം 2 എണ്ണം വെച്ചിട്ട് 4 എണ്ണം. ഇനി ഓരോന്നിൻ്റെ അകത്തിങ്ങനെ, അതായത് ഒരു സാൻഡ്വിച്ച് പോലെ ആക്കാൻ പോവാണ്. ബ്രെഡിൻ്റെ ഒരു ഭാഗത്ത് ഒരു സ്ലൈസിലേക്ക് വെണ്ണ തേച്ചിങ്ങനെ എടുക്കുന്നു. ഇനി മറു സൈഡ് വെച്ചിട്ട് അതിങ്ങനെ ക്ലോസ് ചെയ്യുന്നു. അപ്പോൾ ഒരു സാൻഡ്വിച്ച് ആയാലോ, ബട്ടർ സാൻഡ്വിച്ച്. അതുപോലെ തന്നെ രണ്ടാമത്തെ സ്ലൈസിലും ഇതേപോലെ വെണ്ണ തടവുന്നു. സെക്കൻഡ് സ്ലൈസ് വെച്ചിട്ട് അടയ്ക്കുന്നു. അപ്പോൾ നമുക്ക് 2 ബട്ടർ സാൻഡ്വിച്ച് റെഡി. അപ്പോൾ മധുരം നമ്മൾ പാലിൽ ചേർക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജിൽ ഇപ്പോൾ സാൻഡ്വിച്ച് ചെയ്യുന്ന പോലെ ഇപ്പോൾ ചെയ്തല്ലോ ബട്ടർ തേച്ചിട്ട്, അതിനോടൊപ്പം കുറച്ച് കണ്ടൻസ് മിൽക്ക് ഇങ്ങനെ ഒഴിച്ചിട്ട് ഇതുപോലെ സാൻഡ്വിച്ച് ആക്കിയിട്ട് വേണമെങ്കിലും ചെയ്യാം. അതൊരു ഓപ്ഷൻ ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളതല്ലേ ചെയ്യാം കേട്ടോ. ഇനി ഒരു പാനിലേക്ക് ഇത് മാറ്റുന്നു, അടുത്തടുത്തായിട്ട് വെക്കാം. ഇനി ഇതിൻ്റെ മുകളിലായിട്ടാണ് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന പാലും കണ്ടൻസ് മിൽക്കും കൂടിയാണ് ഞാൻ മിക്സ് ചെയ്ത് വെച്ചത്. അല്ലെങ്കിൽ പാലും പഞ്ചസാര, അല്ലെങ്കിൽ പാല് മാത്രം. ഇതിലേതെങ്കിലും ഒന്ന് ഇതുപോലെ കുറേശ്ശെ ഒഴിച്ചു കൊടുക്കണം. ഞാനിപ്പോൾ ഇങ്ങനെ ഒഴിക്കുമ്പോൾ ഇതിങ്ങനെ അകത്തേക്ക് ഇങ്ങനെ സോക്ക് ചെയ്ത് അങ്ങനെ ബ്രെഡല്ലേ അതിങ്ങനെ വലിച്ചെടുക്കും ആ പാലിൻ്റെ മിശ്രിതം. ഇങ്ങനെ നന്നായിട്ട് കംപ്ലീറ്റ് ഇങ്ങനെ ഒരു സൈഡ് മുഴുവൻ ഒഴിച്ചു കൊടുക്കും. അപ്പോൾ താഴേക്ക് പോയിട്ട് നല്ല സോക്കായി വരുവാണ്. ഇനി അതൊന്ന് തിരിച്ചിടാം. ഇനി മറു സൈഡിലേക്കും കൂടി ഇതേപോലെ ബാക്കിയിരിക്കുന്ന പാലിൻ്റെ കൂട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി പാലിൻ്റെ കൂട്ടിൽ വേണമെങ്കിൽ ഇച്ചിരി വാനില എസൻസ് ചേർക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ ഏലക്കായുടെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇച്ചിരി കാർഡമം പൗഡർ ചേർക്കാം. അതൊക്കെ നമ്മുടെ ഓപ്ഷനാണ് കേട്ടോ, എന്ത് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഈ സൈഡും കംപ്ലീറ്റ് ഒഴിച്ച് കഴിഞ്ഞപ്പോൾ നോക്കി നല്ലതായിട്ട് കുതിർന്ന് റെഡി ആയിരിക്കുകയാണ്. അപ്പോൾ ഇത് നല്ല കുതിർന്ന് സെറ്റായിരിക്കട്ടെ. ഒരു 5 മിനിറ്റ്സും കൂടി വെയിറ്റ് ചെയ്യാം. ഈ സമയം വെണ്ണ ചൂടാക്കാം. വെണ്ണ കുറച്ച് ചൂടാക്കിയിട്ട് ഏകദേശം ഒരു 50 ഗ്രാം ഞാൻ ചൂടാക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഉരുകി വരും. നല്ല സാൻഡ്വിച്ച്ഡ് ബ്രെഡ് മിൽക്ക് സോക്ക്ഡായിട്ടിരിക്കുവാണ്. അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ സൈഡിലായിട്ടും ഈ ഉരുക്കിയ വെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. മെൽറ്റഡ് ബട്ടർ. ഇനി അടുപ്പ് കത്തിച്ചു കൊടുക്കാം. ഇത് നോക്കിയേ, പാനിൽ ചൂട് വന്നു കഴിഞ്ഞു. അപ്പോൾ ഇങ്ങനെ കുറേശ്ശെ ഇങ്ങനെ ആ വെണ്ണയുടെ ഭാഗമൊക്കെ ഉരുക്കിയ വെണ്ണ ഫ്രൈ ആയി തുടങ്ങി, ഇങ്ങനെ പൊട്ടി ഇങ്ങനെ തിളയ്ക്കുന്നു. പിന്നെ എക്സസ് ആയിട്ട് സൈഡിലൊക്കെ പാലിൻ്റെ മിശ്രിതം കുറച്ച് കിടക്കുന്നുണ്ട്. അതെല്ലാം ഇതിൻ്റെ കൂടെ അതിൽ കിടന്ന് വറ്റി ഇങ്ങനെ മുരിഞ്ഞ് വന്നോളും. അതൊന്നും നോക്കേണ്ട ആവശ്യമില്ല, പ്രത്യേകിച്ച് അത് ഡ്രൈ ആയിക്കോളും. ഒരു സൈഡ് ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ ഒന്ന് മറിച്ചിടാം. ഇപ്പോൾ തിരിച്ചിട്ട് കഴിഞ്ഞു. നോക്കിയേ, ഒരു നല്ല ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ ആയി കഴിഞ്ഞു.
അതിൽ നമ്മൾ കണ്ടൻസ് മിൽക്കും കൂടി ചേർക്കുന്നതുകൊണ്ടാണ് ഇത്രയും ഡാർക്ക് ബ്രൗൺ ആകുന്നത്. പഞ്ചസാര ആണെങ്കിലും കുറച്ചൊരു ഗോൾഡൻ ബ്രൗൺ ആകും, എങ്കിലും ഇത്രത്തോളം ആകണം എന്നില്ല. പിന്നെ പഞ്ചസാര ചേർക്കാതെ ചെയ്യുകയാണെങ്കിലും ഒരു ചെറിയ ഗോൾഡൻ കളർ കിട്ടും, അത്രേ ഉള്ളൂ, കുഴപ്പമില്ല. അപ്പോൾ രണ്ടാമത്തെ സാൻഡ്വിച്ച് പീസും കൂടി തിരിച്ചിടാം. വളരെ ശ്രദ്ധാപൂർവം ചെയ്യണം, കാരണം ഇതിൽ മധുരം ചേർത്തിരിക്കുന്ന പാൽക്കൂട്ടായതുകൊണ്ട് ചെറിയൊരു സ്റ്റിക്കിനെസ് തോന്നും. അത് ഇങ്ങനെ ഒട്ടിപ്പിടിക്കുന്നില്ല, പക്ഷേ കുഴപ്പമില്ല, അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല. ബട്ടറൊക്കെ ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ടല്ലോ, പക്ഷേ നല്ലൊരു മുരിഞ്ഞ് വരും. അപ്പോൾ ഇത് സൂക്ഷിച്ചിങ്ങനെ തിരിച്ചിടാം. ഇനി മറു സൈഡും കൂടി ഇതേപോലെ ഗോൾഡൻ ബ്രൗൺ ആകുമ്പോൾ ഇത് ആ പാനിൽ നിന്നും പാത്രത്തിലേക്ക് മാറ്റാം. അപ്പോൾ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ടുണ്ട് രണ്ട് സൈഡും. ഇനി പ്ലേറ്റിലേക്ക് ഞാൻ മാറ്റുന്നു. ഇതേ നോക്കി, പ്ലേറ്റിലേക്ക് മാറ്റി കഴിഞ്ഞു. നമ്മുടെ മിൽക്ക് ടോസ്റ്റ് ഈസ് റെഡി. അപ്പോൾ ഇനി ഇത് എന്താ ചെയ്യേണ്ടത്? ഹണി മിൽക്ക് ടോസ്റ്റാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഹണി, നല്ല തേൻ, ശുദ്ധമായ തേൻ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കാം. റെഡി ആയി കഴിഞ്ഞു. ഹണി മിൽക്ക് ടോസ്റ്റ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ മധുരം ചേർക്കുന്നതും കണ്ടൻസ് മിൽക്ക് ചേർക്കുന്നതും അത് ഏത് മെത്തേഡ് ചേർക്കണം എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ സ്വന്തം ചോയ്സാണ്. കണ്ടൻസ് മിൽക്ക് ഞാൻ പറഞ്ഞല്ലോ, 2 ബ്രെഡിൻ്റെ നടുക്കായിട്ട് വേണമെങ്കിലും ഒഴിച്ചിട്ടും ഇതേപോലെ ചെയ്യാം, എങ്ങനെ വേണമെങ്കിലും ആകാം. അപ്പോൾ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയൊരു കാര്യമാണ്. ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ അപാര ടേസ്റ്റാണ് കേട്ടോ. അങ്ങനെ ഹണി മിൽക്ക് ടോസ്റ്റാണ് കഴിക്കാൻ പോകുന്നത്. ഇത് കാണുമ്പോൾ തന്നെ അറിയില്ലേ, യമ്മി യമ്മി. ഇത് അത്യാവശ്യം ചെറിയ ചൂടോടുകൂടി കഴിക്കുന്നതായിരിക്കും നല്ലത്. സാധാരണയായിട്ട് നമ്മളൊരു ബോംബെ ടോസ്റ്റൊക്കെയാണ് ഇങ്ങനെ ചെയ്യുന്നത്, അത് മുട്ടയൊക്കെ ചേർത്ത്. ഇത് പ്യുവർ വെജ്, പാല് മാത്രം. അപ്പോൾ ഇത് ഈ ഒരു മിൽക്ക് ടോസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഭയങ്കര വൈറലായിട്ടുള്ളൊരു റെസിപ്പിയാണ്. പക്ഷേ പലരും പല രീതിയിൽ ചെയ്യുന്നു. ഞാൻ എൻ്റെ ഒരു ഇംപ്രവൈസേഷൻ എന്നുള്ള നിലയ്ക്ക് പാലിൽ ഞാൻ മിൽക്ക് മെയ്ഡും കൂടി ചേർത്ത് ചെയ്തു. അല്ലാണ്ട് ചെയ്യാം, വെറുതെ പ്ലെയിൻ പാലൊഴിച്ച് ചെയ്യാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ മേളിലെ ടോപ്പിംഗ് എന്ന് പറയുന്നത് ഇതിപ്പോൾ ഹണിയാണ്, ഹണി മിൽക്ക് ടോസ്റ്റ്. അതല്ലെങ്കിൽ കണ്ടൻസ് മിൽക്ക് മുകളിൽ ഒഴിക്കുന്ന ഒരു രീതിയുണ്ട്, എങ്ങനെ വേണമെങ്കിലും ചെയ്യാം. പക്ഷേ ഭയങ്കര ടേസ്റ്റ്. കാണിച്ചു തരാം എൻ്റെ സോഫ്റ്റ്നെസ്. ഇങ്ങനെ സ്പൂൺ ഇങ്ങനെ വെക്കുമ്പോൾ തന്നെ അറിയാം. നോക്കൂ, ആഹാ, ഇങ്ങനെ സോഫ്റ്റായിട്ട് ഇങ്ങനെ. അയ്യോ, എന്ത് സോഫ്റ്റായത്, മെൽറ്റിങ് ഇൻ ദ മൗത്ത് ആയിരിക്കും. ഇനി ഇത് കഴിക്കാം. ഒരു രക്ഷയില്ലാത്ത ടേസ്റ്റ്. ടു ഗുഡ് എന്ന് പറയേണ്ടി വരും കേട്ടോ. അപ്പോൾ ഒന്നാം തരം ഡിന്നറാണ്. എനിക്കിങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൂടുതൽ ഇഷ്ടം. കൺവെൻഷണൽ ഡിന്നർ ഐറ്റത്തിനെക്കാട്ടിലും കുറച്ച് മധുരമൊക്കെ ഉണ്ടല്ലോ. വായിലിട്ടാൽ അലിഞ്ഞു പോകും. ബോംബെ ടോസ്റ്റിൻ്റെ മറ്റൊരു ഫോമാണിത്. ബോംബെ ടോസ്റ്റ് പറഞ്ഞാൽ നമ്മൾ മുട്ടയും കൂടെ ചേർക്കും. ഇത് മുട്ടയില്ല, ഒൺലി മിൽക്ക്. കണ്ടൻസ് മിൽക്കിന് പകരം പഞ്ചസാര ആകാം. ഇപ്പോൾ ഹണിയാണ് മുകളിലൊഴിക്കുന്നതെങ്കിൽ കണ്ടൻസ് മിൽക്ക് പാലിൽ ചേർക്കുന്നതിന് വേണ്ടി ഇച്ചിരി പഞ്ചസാര ചേർത്ത് പാലൊഴിക്കാം, അങ്ങനെയാകും. അപ്പം മിൽക്ക് മെയ്ഡ് വേണ്ട അങ്ങനെ വരുമ്പോൾ. അങ്ങനെ ഒറ്റയ്ക്ക് സെക്കൻഡ് റൂമിലിരുന്ന് നല്ല ടേസ്റ്റി ഡിന്നറൊക്കെ കഴിച്ചിട്ട് കിടന്നുറങ്ങാൻ പോകും. അപ്പോൾ ഇനി ഇന്നത്തെ വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ഈ കുഞ്ഞ് വ്ളോഗ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കട്ടെ. ഓക്കെ, അപ്പോൾ താങ്ക് യു സോ മച്ച്. ഇനി നാളെ ഇവിടെ നിന്ന് വേറെ കുറേ കാര്യങ്ങളുണ്ട്, അപ്പോൾ അത് മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് കീപ്പ് ഓൺ വാച്ചിങ് ലക്ഷ്മി നായർ വ്ളോഗ്സ്. ലവ് യു.